സ്വത്തിനു വേണ്ടി സ്വന്തം മകനെ പോലും വഞ്ചിക്കാൻ മടിയില്ലാത്ത രാധികയോട് ഇതിൽ കൂടുതൽ മര്യാദ കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡീ, ഒരുപാട് അലറേണ്ട, എനിക്ക് ചെവി കേൾക്കാം. എടി, കൂടുതൽ ഞെളിക്കരുതെടീ. നീ ആരാണെന്നുള്ള സത്യം എല്ലാവരും അറിയുമ്പോൾ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ഈ ഞെളിപ്പൊക്കെ. അതിന് ഞാൻ ആരാണെന്നുള്ള സത്യം ആരെങ്കിലും അറിഞ്ഞാൽ അത് നിങ്ങളുടെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്ന കാര്യമല്ലേ? നിങ്ങൾ എന്തായാലും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടി ചെയ്യാൻ മാത്രം മണ്ടിയല്ല എന്നെനിക്ക് അറിയാം. നിന്റെ അമ്മയെ എൻ്റെ കൺമുന്നിൽ നിന്ന് മാറ്റിയത് കൊണ്ടാണോടി നിനക്കിത്ര അഹങ്കാരം? അതേന്ന് തന്നെ കൂട്ടിക്കോ. അതത്ര നല്ലതിനല്ല മോളെ. നീ ചെവിയിൽ നുള്ളിയിരുന്നോ. നിന്റെ തള്ളയെ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ഈ രാധിക അവരെ കണ്ടെത്തിയിരിക്കും. കണ്ടെത്തുക മാത്രമല്ല, നിന്റെ മുമ്പിലിട്ട് ഞാൻ തീർക്കും അവരെ. എൻ്റെ ശത്രുത സമ്പാദിക്കാൻ തോന്നിയ നിമിഷത്തെ ഓർത്ത് നീ പശ്ചാത്തപിക്കും. നോക്കിക്കോ നീ. രാധികയുടെ ഭീഷണിക്ക് മറുപടിയൊന്നും നൽകാതെ മോഹിനി ഫോൺ കട്ട് ചെയ്തു. അവൾക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അമ്മ തൻ്റെ ഒപ്പം സുരക്ഷിതമായി ഇരിക്കുന്നത് കൊണ്ട് അവരോട് ധൈര്യപൂർവ്വം 2 വർത്തമാനം പറയാൻ സാധിച്ചു. അവൾ മനസ്സിൽ ദൈവത്തിനൊരായിരം നന്ദി പറഞ്ഞു. ഇതേ സമയം മോഹിനിയുടെ വാക്കുകൾ കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു രാധിക. അവൾക്ക്, ആ പീറപ്പെണ്ണിന് ഇത്ര ധൈര്യമോ എന്നോട് സംസാരിക്കാൻ? കഴിഞ്ഞ ദിവസം സ്വന്തം അമ്മയുടെ ജീവന് വേണ്ടി തന്നോട് കേണ മോഹിനിയല്ല ഇത്. അവളുടെ വാക്കുകളിൽ പതിവിലും വിപരീതമായി ഒരുപാട് ആത്മവിശ്വാസം ഉള്ളതായി തോന്നുന്നു. എങ്ങനെയും അവളുടെ അമ്മയെ കണ്ടെത്തണം. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആളുകളുടെ കണ്ണ് വെട്ടിച്ച് അവൾക്ക് അധികകാലം അവളുടെ അമ്മയെ ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കില്ല. നീ നോക്കിക്കോ മോഹിനി. നീ ഇന്നെന്നോട് പറഞ്ഞതിനൊക്കെയും ഓർത്ത് നീ പശ്ചാത്തപിക്കുന്ന ദിവസം വിദൂരമല്ല. അന്നത്തെ ദിവസം ഓഫീസിൽ നിന്നും വന്ന രുദ്രൻ ആദ്യ സമയങ്ങളിലെ പോലെ അധിക സമയവും തൻ്റെ റൂമിൽ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നു. ഇടയ്ക്കൊക്കെ പുറത്തേക്ക് വരുമ്പോൾ സരളയോട് ഉണ്ടാവുന്ന സംസാരങ്ങളല്ലാതെ മോഹിനിയെ ഒരു നോട്ടം കൊണ്ടുപോലും കടാക്ഷിക്കാൻ അവൻ ശ്രമിച്ചില്ല. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് ഇരിക്കുമ്പോഴും സരളയോട് മാത്രം സംസാരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മോഹിനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞു സരള കിടക്കാൻ പോയതും പാത്രം കഴുകലും വൃത്തിയാക്കൽ പരിപാടിയുമായി മോഹിനി അടുക്കളയിൽ തന്നെ നിന്നു. അമ്മ പറഞ്ഞത് രുദ്രേട്ടന് എന്നോട് പ്രണയമാണെന്നാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ അവഗണിക്കുമോ? പ്രണയം ഉണ്ടായിരുന്നു. ഒരിക്കൽ ആ മനുഷ്യൻ്റെ എല്ലാമായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ. പക്ഷേ ആ നശിച്ച ദിവസത്തിന് ശേഷം രുദ്രേട്ടൻ ഒരിക്കൽ പോലും തന്നെ സ്നേഹത്തോടെ നോക്കിയിട്ടില്ല. എനിക്ക് വേണ്ടി പ്രണയം മാത്രം വിരിഞ്ഞ കണ്ണുകളിൽ ഇപ്പോൾ നിറയെ വെറുപ്പാണ്. അമ്മയെ രക്ഷപ്പെടുത്തിയത് രുദ്രേട്ടൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ്, അല്ലാതെ എന്നോടുള്ള പ്രണയം കൊണ്ടല്ല. അത് ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നു. ഇതേ സമയം തൻ്റെ മുറിയിൽ ഷാനുമായി വീഡിയോ കോളിലായിരുന്നു രുദ്രൻ. ഇനി എന്താ നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? അത് എൻ്റെ പാരൻസും നമ്മൾ മോഹിനിയുടെ പാരൻസുമായി ഹയർ ചെയ്ത് ഫേക്ക് പാരൻസ് തമ്മിൽ ഒരു കൂടിക്കാഴ്ച. എവിടെ വെച്ചാ മീറ്റപ്പ് സെറ്റ് ചെയ്യുന്നത്? മാർഷനിൽ വെച്ചാണോ അതോ പുറത്തെവിടെയെങ്കിലും ആണോ? നമുക്ക് ഹോട്ടൽ ഓയിസ്റ്റോറിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്യാം. ടാ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താടാ? അത് പിന്നെ ഇങ്ങനൊരു കാര്യം ഞാൻ ഇതുവരെ മോഹിനിയോട് പറഞ്ഞിട്ടില്ല. വാട്ട്? ആടാ, എനിക്കെന്തോ ഇപ്പോൾ അവളോട് മിണ്ടാൻ പോലും താല്പര്യമില്ല. അതുകൊണ്ട് ഇങ്ങനൊരു പ്ലാനിൻ്റെ കാര്യം നീ അവളോട് സൂചിപ്പിക്കണം. രുദ്ര, ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്. പക്ഷേ മോഹിനി, അവൾ ചെയ്തത് നിനക്ക് പൊറുത്തുകൂടെ? ശരിയാണ്, അവൾ നിന്റെ വിശ്വാസത്തെ തകർത്തു. പക്ഷെ അതൊക്കെയും അവളുടെ അവസ്ഥ കൊണ്ടായിരിക്കുന്നില്ലേ? നിങ്ങളെ ഒരുമിച്ച് കാണുമ്പോൾ ഒക്കെയും അവൾ നിന്നോട് പെരുമാറുന്നത് കണ്ടിട്ടുള്ള ഒരാളല്ലേ ഞാൻ. ട്രസ്റ്റ് മീ രുദ്ര, അവളുടെ കണ്ണിൽ നിന്നോട് ആത്മാർത്ഥമായ പ്രണയം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ക്ഷമിച്ചൂടെ നിനക്ക് അവളോട്? നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ ഷാൻ? രുദ്ര, ഗുഡ് നൈറ്റ് ഷാൻ. ഷാനെ പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ രുദ്രൻ ഫോൺ കട്ട് ചെയ്തു. അറിയാം അവളുടെ നിസ്സഹായത കൊണ്ടാണ് ചെയ്തതെന്ന്. പക്ഷേ അവിടെ മുറിവേൽക്കപ്പെട്ടത് എൻ്റെ ഹൃദയത്തിനല്ലേ. ഞാനല്ലേ വിഡ്ഢിയാക്കപ്പെട്ടത്. ആഗ്രഹമുണ്ട് എല്ലാം മറന്ന് എല്ലാം ക്ഷമിച്ച് അവളെ പണ്ടത്തെ പോലെ ചേർത്ത് പിടിക്കണമെന്ന്. പക്ഷേ അവൾ നൽകിയ ചതി, അത് ഓർക്കുമ്പോൾ വേണ്ട, ഒന്നും വേണ്ട. ഈ രുദ്രന് ആരും വേണ്ട. എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ മുഖംമൂടി വലിച്ചു കീറിയതിന് ശേഷം അവളുടെ അമ്മയ്ക്ക് വാക്ക് നൽകിയതുപോലെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മോഹിനിയെയും അവളുടെ അമ്മയെയും തിരികെ അയക്കണം. എന്നാൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഒരു ശബ്ദം അവനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു, മോഹിനി അവൻ്റേതാണെന്ന്. അവനൊരിക്കലും അവളെ കൈവിടാനാവില്ലെന്ന്.
ഹോട്ടൽ ഓയിസ്റ്റോറിൻ്റെ റെസ്റ്റോറൻറ്റിൽ തൻ്റെ ഭർത്താവിനൊപ്പം രുദ്രനെയും മോഹിനിയെയും പിന്നെ അവളുടെ പാരൻസിനെയും കാത്തിരിക്കുകയാണ് രാധിക. റെസ്റ്റോറൻറ്റിലെ എ.സിയിൽ ഇരിക്കുമ്പോഴും രാധികയെ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി രാധു, നീ ആകെ വല്ലാതെ ഇരിക്കുന്നത്? സുഖമില്ലേ നിനക്ക്? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ആകെ ഒരു മൂഡ് ഓഫ് പോലെ. ഏയ് നത്തിങ് ദർശ. ദർശന് തോന്നുന്നതാ. ഭർത്താവിനോട് കളവ് പറഞ്ഞുകൊണ്ട് മുഖം ഒന്ന് ഒപ്പുമ്പോൾ തൻ്റെ മനസ്സിലെ സംഘർഷം പുറത്ത് കാണിക്കാതിരിക്കാൻ അവർ വെളുക്കെയൊന്ന് പുഞ്ചിരിച്ചു. തൻ്റെ ഭാര്യയുടെ ചിരിയിൽ തൃപ്തനായില്ല എങ്കിലും പെട്ടെന്നൊരു കോൾ വന്നപ്പോൾ ദർശൻ ശ്രദ്ധ അവിടേക്ക് തിരിച്ചു. രാധികയാട്ടെ തൻ്റെ ചിന്തകളിലേക്കും. സുജിത്തും സംഘവും എത്രയൊക്കെ ശ്രമിച്ചിട്ടും മോഹിനിയുടെ അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു സാധാരണ പെണ്ണാണവൾ എന്നായിരുന്നു താൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറമാണ് അവൾ. ഇത്രയും പിടിപാടുള്ള എന്നിൽ നിന്നും അവളുടെ അമ്മയെ മറച്ചു വെക്കാനും അവളുടെ അച്ഛനും അമ്മയുമായി ആക്ട് ചെയ്യാൻ ആളെ ഇറക്കാനുമൊക്കെ അവൾക്ക് സാധിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇനി ഒരു പക്ഷേ രുദ്രനെങ്ങാനും എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമോ? ഇതൊക്കെയും അവൻ്റെ പ്ലാൻ ആവുമോ? ഏയ് ആവില്ല. ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവൻ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കിയേനെ. ഇത്രയും ദിവസമായിട്ടും രുദ്രൻ എന്നോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത്രയും വലിയൊരു കാര്യം അറിഞ്ഞിട്ട് എന്നോട് സ്നേഹത്തോടെ പെരുമാറാൻ രുദ്രനെ പോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാൾക്ക് സാധിക്കില്ല. ഇതൊക്കെയും അവളുടെ മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. ഞാൻ ഇങ്ങനൊരു ഓഫർ വെച്ച് നീട്ടുമ്പോൾ യാതൊരു മടിയും കൂടാതെ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ അവളെ സൂക്ഷിക്കേണ്ടിയിരുന്നു. അന്നേ ഷീല പറഞ്ഞതാണ് അവളുടെ മകൻ ജസ്റ്റിനെ അവൾ മയക്കിയെടുക്കാൻ ശ്രമിച്ചിരുന്നു എന്ന്. ഒരു പക്ഷേ കാശുള്ള വീട്ടിലെ പയ്യന്മാരെയൊക്കെ കറക്കിയെടുക്കുന്നത് ഇവളുടെ സ്ഥിരം ഹോബി ആയിരിക്കണം. അതിൽ ഏതവനെങ്കിലും ഒരുവനായിരിക്കണം ഇവളുടെ സഹായി. ഷേ, ഇങ്ങനൊരു കാര്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരുന്നു. മടിയിലിരുന്ന കൈ മുഷ്ടി ചുരുട്ടി ദേഷ്യം അമർത്തുമ്പോഴേക്കും കണ്ടു തങ്ങൾക്ക് നേരെ നടന്നെടുക്കുന്ന രുദ്രനെയും മോഹിനിയെയും പിന്നെ അവരുടെ പിറകിലായി വരുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയും. ഇരുവരെയും കാണുമ്പോൾ തന്നെ വളരെ പ്രൗഢിയും ആഭിജാത്യത്വവും തോന്നും. അവർ ടേബിളിനടുത്ത് എത്തിയതും ദർശൻ പതിയെ എഴുന്നേറ്റുകൊണ്ട് ഏവർക്കും കൈകൊടുത്തുകൊണ്ട് സ്വീകരിച്ചു. ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ചന്ദ്രശേഖർ. യാത്രയ്ക്ക് സുഖമായിരുന്നോ? യെസ്, അതൊക്കെ നന്നായിരുന്നു. ദർശനും ചന്ദ്രശേഖറും തമ്മിൽ ഒരു കുശല സംഭാഷണത്തിന് തുടക്കം കുറിച്ചു. എന്നാൽ ഒക്കെയും കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്ന രാധയ്ക്ക് സ്വന്തം സീറ്റിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഹേയ് രാധു, നീ എന്താ എന്നെ കണ്ടിട്ട് ഒരുമാതിരി പന്തം കണ്ട പെഴിച്ചാരിയെ പോലെ ഇരിക്കുന്നത്? മോഹിനിയുടെ അമ്മയായി അഭിനയിക്കുന്ന സ്ത്രീ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും രാധിക അവരുടെ ചോദ്യത്തിൽ ആകെ വിളറിപ്പോയി. എങ്കിലും പെട്ടെന്ന് തന്നെ സംയമനം പാലിച്ചുകൊണ്ട് തൻ്റെ മുഖത്ത് പുഞ്ചിരിയുടെ ആവരണം അണിയിച്ചുകൊണ്ട് അവർ എഴുന്നേറ്റു. കാരണം ദർശനോ രുദ്രനോ ഒരു തരത്തിലുള്ള സംശയവും തോന്നരുത്. രാധിക മനസ്സിലോർത്തു. അവർ ഉടനെ തന്നെ തൻ്റെ സ്വന്തസിദ്ധമായ ശൈലിയിൽ അഭിനയം കാഴ്ചവെക്കാൻ തുടങ്ങി. ഹും, നീയൊന്നും പറയണ്ട ശ്രീജ. ഇവിടേക്ക് വരുന്ന വിവരം എല്ലാവരെയും അറിയിച്ചിട്ടും നിനക്ക് എന്നെ ഒന്ന് വിളിച്ചു പറയാൻ തോന്നിയില്ലല്ലോ. പരിഭവം അഭിനയിച്ചു പറയുന്ന രാധയെ കണ്ട് രുദ്രൻ്റെ കണ്ണുകൾ വിരിഞ്ഞ അമ്പരപ്പ് അടുത്ത നിമിഷം പരിഹാസത്തിലേക്ക് വഴിമാറി. എന്തൊരഭിനയമാണ് മമ്മ നിങ്ങൾ കാഴ്ചവെക്കുന്നത്. കണ്ടാൽ പറയുമോ ഇന്നീ നിമിഷം ആദ്യമായി കണ്ട ആളോടാണ് സംസാരിക്കുന്നതെന്ന്. അത്രയും തന്മയത്തോടെയാണല്ലോ പെരുമാറ്റം. താൻ കാശ് കൊടുത്ത് ഇറക്കിയ ആളുകളേക്കാൾ മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന മമ്മ തന്നെ. ഇവർ സിനിമയിൽ വല്ലതും പോയിരുന്നു എങ്കിൽ എത്ര അവാർഡുകൾ വീട്ടിലിരുന്നേനെ. എന്നാൽ രാധികയുടെ പെർഫോമൻസ് കണ്ട് അങ്ങേയറ്റം പുച്ഛത്തോടെ നിൽക്കുകയാണ് മോഹിനി.